കപ്പ ബിരിയാണി സൂപ്പർ പറയും. കപ്പ ബിരിയാണി സൂപ്പർ എന്ന് പറയും. സൂപ്പർ കപ്പ ബിരിയാണി. ആ സൂപ്പർ. നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാം. കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പന്നിയിറച്ചി കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അത് പരിചയപ്പെടുത്താം. പിന്നെ ഇപ്പം ഇത് കപ്പ ഞാൻ വേവിച്ച് വെള്ളം ഊറ്റി കളഞ്ഞു. ഇതിനെ നമുക്ക് ഇനി ഒന്ന് കാച്ചെടുക്കാം. കാച്ചാന്ന് പറഞ്ഞാൽ കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതാണ്. അതിനെ നമുക്ക് ഒന്ന് മൂപ്പിച്ച് കപ്പ കാച്ചാം. എന്നിട്ട് ബിരിയാണിക്കുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഓക്കെ, എനിക്ക് കടുകൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഇത് ഉപ്പേരി കൂട്ടാൻ വെക്കാന്ന് പറയും. കൊള്ളി ഉപ്പേരി കൂട്ടാൻ വെക്കാന്നാണ് ഞങ്ങളുടെ ഇവിടെ പറയുക. അപ്പോൾ അതിന് കടുകിൻ്റെ ആവശ്യമില്ല. തെക്കോട്ടൊക്കെ കടുക് എടുക്കും. അപ്പോൾ നമുക്ക് മൂപ്പിക്കാം. ഇത് ഇങ്ങനെ ചെയ്യാണ്ട് കപ്പ വെറുതെ വേവിച്ച് ഇറച്ചിയിൽ ഉടച്ച് ബിരിയാണി ആക്കാട്ടാ. പക്ഷേ ഇതിപ്പോൾ നമുക്ക് കൊള്ളി ഇത്തിരി വെറുതെ തിന്നണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിത് ഇങ്ങനെ കാച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണല്ലോ നല്ല. അപ്പോൾ കുറച്ച് ബിരിയാണി ഉണ്ടാക്കാം. പിന്നെ ഇത് വെറുതെ കപ്പ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അത് ഉള്ളിയൊന്ന് മൂക്കട്ടെ. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ ഭംഗി പോയി വർഷക്കാലമായപ്പോൾ. കപ്പ ബിരിയാണി അവിടെ തെക്കോട്ടൊക്കെ എല്ലായിടത്തും ഇത് ഉണ്ടാക്കും. വീട്ടിൽ എൻ്റെ ആങ്ങളമാർക്ക് ഹോട്ടലും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കപ്പ ബിരിയാണിയൊക്കെ മോന് ഭയങ്കര ഇഷ്ടം അത്. അപ്പോൾ അവ ഇടയ്ക്ക് ഇങ്ങനെ നല്ല കൊള്ളിയൊക്കെ ഞാൻ നട്ടത് പറിക്കണ സമയമായില്ലെങ്കിൽ അപ്പോൾ അവൻ കടയിൽ നിന്ന് നല്ല കൊള്ളിയായിട്ട് കിട്ടുകയാണെങ്കിൽ അവൻ മേടിച്ചിട്ട് വരും. ഇവിടങ്ങളിൽ കൊള്ളി എന്ന് പറയും, നമ്മുടെ തെക്കോട്ട് കപ്പ എന്ന് പറയും. അതാണ് ഞാൻ രണ്ട് ഇതിൽ പറയണത്. ചില സ്ഥലത്ത് മരച്ചീനി എന്ന് പറയും കേട്ടോ. അത് ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ ഓരോ ഭാഷകളിലാണല്ലോ അറിയപ്പെടുന്നത്. തൃശ്ശൂർ ജില്ലയിലൊക്കെ കൊള്ളി എന്നാണ് പറയുക. ആദ്യമൊക്കെ ഒന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് കൊള്ളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ കൊള്ളി എന്ന് പറഞ്ഞാൽ എന്തിട്ടാ, വിറകിൻ്റെ കഷ്ണത്തിനൊക്കെയാണ് ഞങ്ങളുടെ അവിടെ തെക്കോട്ടൊക്കെ കൊള്ളി എന്ന് പറയുക. അങ്ങനെയാണ് ഞാൻ കൊള്ളിയൊക്കെ എടുത്തിട്ട് വരും. അപ്പോൾ അവരെന്നെ കളിയാക്കും നാത്തൂമാരൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ വെട്ടുകത്തി, ഞങ്ങളുടെ അവിടെ വാക്കത്തി എന്നാണ് പറയുക. തെക്കോട്ട് വാക്കത്തി എന്നാണ് പറയുക. ഇവിടങ്ങളിൽ വെട്ടുകത്തി എന്ന് പറയും. അപ്പോൾ വെട്ടുകത്തി എന്ന് പറയുമ്പോൾ എന്തിട്ടാന്നുള്ളത് അതും എനിക്കറിയില്ല. അതൊക്കെ പഠിച്ചു. ഇപ്പോൾ കൊല്ലം 40-45 വർഷത്തോളമായി ഇവിടെ വന്നിട്ട്. ഇപ്പോൾ ഇവിടുത്തെ ഭാഷകൾ ഇപ്പോൾ ഞാൻ അങ്ങോട്ട് വീട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ശരിക്കും ആ വടക്കര ഭാഷയായി എന്നൊക്കെ പറയും. അത്രയും കാലമായില്ലേ. ഇത് നമുക്ക് കൊള്ളി മൂത്തു. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ചതച്ച് വെച്ച മുളക് ഇടുമ്പോഴാണ് ടേസ്റ്റ് വരിക. പൊടിയല്ല ഇടേണ്ടത്. നമ്മൾ ചതച്ച് വെച്ച മുളക് കുറച്ചിട്ടാൽ മതി. നല്ല എരിവ്
വെള്ളമുളകാണ്. അപ്പോൾ മൂക്കുമ്പോൾ ഒന്ന് ചുമന്നോട്ടെ. നമുക്കപ്പോൾ കൊള്ളിക്ക് കൊടുക്കാം. കൊള്ളി ബിരിയാണി എന്ന് പറയണതിലും ഒരു പറയാൻ ഒരു ചേർച്ച എന്ന് പറയുന്നത് കപ്പ ബിരിയാണി എന്ന് പറയുമ്പോഴാണല്ലോ. അതാണ് ഞാൻ കപ്പ ബിരിയാണി എന്ന് പറഞ്ഞത്. ഇത് ശരിക്കും മൂത്തു. ഇനി നമുക്ക് അതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ നുറുക്കിയത് വേറെ ഇത്തിരി പണിത്തിരക്കിൽ ആയിരുന്നു. അപ്പോൾ അത് നുറുക്കിയത് ഇത്തിരി കഷ്ണങ്ങൾ വലിപ്പം കൂടി. അത് നമുക്ക് കുത്തി ഉടച്ച് കൊടുക്കാം. ഇത്തിരി കൂടി ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കണമായിരുന്നു. അങ്ങനെ നമ്മുടെ കപ്പ, കൊള്ളി, ഉള്ളിയും മുളക് ഇടിച്ച് കാച്ചാന്ന പറയുക. പണ്ടൊക്കെ മുളക് അമ്മിയമ്മ വെച്ചിടിച്ച് അങ്ങ് എടുക്കുക. ഇപ്പോൾ അമ്മിയൊക്കെ വല്ലോടെയാണ് എടുക്കണത്. അപ്പം അങ്ങനെ നമ്മുടെ കപ്പ, കൊള്ളി, ഉപ്പേരി റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് ബിരിയാണിക്കുള്ള സാധനങ്ങൾ എടുക്കാം. ഇതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ കൊള്ളീനൊന്ന് പൊടിച്ചെടുക്കാം. പാത്രം കിടുങ്ങണ സൗണ്ട്. ഇതൊന്നിങ്ങനെ പൊടിച്ച് എടുക്കാം നമുക്ക് കപ്പ ബിരിയാണിക്ക് കേട്ടോ. കൊള്ളി നമുക്കിങ്ങനെ പൊടിച്ച് എടുക്കാം. ഇത് ഞാൻ പറഞ്ഞു ഇത്തിരി കഷ്ണം വലിപ്പം കൂടിയെന്ന്. പക്ഷെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഉടച്ച് എടുക്കാം. അത് വെച്ചത് അപ്പടി എടുത്തില്ല, കുറച്ച് മറ്റേ പാത്രത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടോ, ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ ഉള്ളിയും ഇതൊന്നും കാച്ചാണ്ടും നമ്മൾ കൊള്ളി വെറുതെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂട്ടി വേവിച്ച് ഊറ്റി കളഞ്ഞിട്ട് ഇറച്ചിയുടെ കൂടെ ഇതേപോലെ പൊടിച്ചിട്ട് ഇറച്ചിയുടെ കൂടെ ഇട്ട് അങ്ങനെ ചെയ്യാം. ഞാൻ ഇത്തിരി ബാക്കി നമുക്ക് 2 കഷ്ണം കഴിക്കണമെങ്കിൽ എന്നുള്ള രീതിയിലാണ് ഞാൻ ഉള്ളിയൊക്കെ ഇടിച്ച് കാച്ചിയത്. അപ്പോൾ നമ്മുടെ കപ്പ ഇടിച്ചുടച്ച് വെച്ചു. പന്നിയിറച്ചി നമ്മൾ സാധാ കറി വെക്കണ പോലെ ആണിത്. ഇത്രയ്ക്ക് മതി. എന്ന് വെച്ചാൽ നെയ്യ്, പന്നിയിറച്ചിയല്ലേ, നന്നായിട്ട് നെയ്യുണ്ട്. അതിലേക്ക് ഒരു 3 സബോള, ചെറിയ സബോളയാണ് 3 എണ്ണം, അത് കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ചെറുതായിട്ട് വട്ടം അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അത് മതി, എരിവ് അധികം വേണ്ട. കപ്പയ്ക്ക് എരിവുണ്ട്, ഇറച്ചി കറിക്ക് എരിവുണ്ടല്ലോ. അപ്പോൾ പിന്നെ പച്ചമുളക് അത് മതി. ഇത് ഒരു അല്പം, ഒരു 3-4 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണത്. ഇത് നമുക്കതിൻ്റെ മുകളിൽ കൂടെ ലാസ്റ്റ് ഇടാം. നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. നമുക്ക് ഇടിച്ചു വെച്ച കപ്പ ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇറച്ചിയും കപ്പയും കൂടി നമുക്ക് കൂട്ടി യോജിപ്പിച്ച് ഉടച്ച്, കപ്പ പൊടിച്ചതാണ്, ഒന്ന് ആവി കയറണം. ഇറച്ചിയുടെ ആ നെയ്യും
ഇതൊക്കെ കപ്പയിലേക്ക്, ഞാൻ കൊള്ളി എന്ന് പറയാം, കൊള്ളിയിലേക്ക് പിടിക്കണം. കപ്പ ഞാൻ നട്ടത് പറിച്ച ചിലപ്പോൾ അതിൽ വല്ലതുണ്ടോ എന്താണെന്ന് അറിയില്ല. മൂത്തിട്ടുണ്ടാവും ഇപ്പോൾ, എന്നുവെച്ചാൽ അത്ര വലിയ കാനയില്ല കപ്പയുടെ കൊള്ളിയുടെ തണ്ട്. അപ്പോൾ ഉണ്ടാവുമോ എന്നുള്ള സംശയം കൊണ്ട് ഞാൻ പറിക്കാണ്ട് നിൽക്കുക. ഇടിച്ചപ്പോൾ അതിങ്ങനെ തറഞ്ഞ് നിന്നല്ലോ. അപ്പോൾ ചില കഷ്ണങ്ങൾ അത് നമുക്ക് ചട്ടും കൊണ്ട് കുത്തിപ്പൊടിച്ച് കൊടുക്കാം. ശരിക്കും നല്ല നാടൻ പന്നിയുടെ ഇറച്ചി, നാടൻ പന്നി ഇറച്ചിയാണ് ഇതിനൊക്കെ കിട്ടേണ്ടത്. അതിപ്പോൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഈ വെള്ളപ്പോർക്കിൻ്റെ ഇറച്ചിയൊക്കെയാണ് ഇപ്പോൾ കിട്ടണത്. അത് അപ്പടി നെയ്യ, ഇറച്ചി കുറവായിരിക്കും, ഉള്ളിറച്ചി കുറവായിരിക്കും. നമുക്ക് ഉണയില്ലേ, നമുക്ക് സബോള കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് അത് ഇട്ട് കൊടുക്കാം നമുക്ക്. കറിവേപ്പില കുറച്ചിട്ട് കൊടുത്തു. ഒക്കെ കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഞങ്ങൾക്കിതൊന്നുകൂടി ഇളക്കി തീ നമ്മൾ ഓഫാക്കാണ്. ഇത് പാകമായി. നമുക്ക് ഇറച്ചി കറി വെക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ തീ സ്റ്റവ് ഓഫാക്കി വെച്ചാൽ ഇതിന് വേവില്ലല്ലോ, ഒക്കെ വെന്തതല്ലേ. അപ്പോൾ സബോള വേവേണ്ട ആവശ്യമില്ല. സബോള പച്ച കടിക്കണതാണ് നല്ലത്. അപ്പോൾ അത് ഈ ചൂട്ടത്ത് വാടിയാൽ മതി. പച്ചമുളകിൻ്റെ ആ കറിവേപ്പിലയുടെയൊക്കെ ഒരു മണം പച്ചയിൽ കിട്ടാൻ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇറച്ചി നമ്മൾ ഇത് കറി വെക്കുമ്പോൾ ഇത്തിരി ഗ്രേവിയോടുകൂടി ഇതാക്കണം. അപ്പോഴാണ് കപ്പയ്ക്ക് കൊള്ളിക്ക് ഇങ്ങനെ ബിരിയാണി ആക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ പന്നിയിറച്ചി മാത്രമല്ല, ബീഫ് വെക്കാം, അതുപോലെ നമ്മുടെ മട്ടൻ അതും വെക്കാം. കൊള്ളി ബിരിയാണി ഉണ്ടാക്കാം. അതൊക്കെ എല്ലാവരും ചെയ്യേണ്ടതാണ്. ഹോട്ടലുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീഫ് ഇതാണ് കൂടുതലും കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ പാകമായി. ഇത് നമുക്ക് ഒതുക്കി ഒന്ന് വെക്കാം. ഇത് എല്ലാം വെന്തതായ കാരണം അധികം വേവില്ല. കപ്പ എടുക്കണതുണ്ടല്ലോ, നമ്മൾ 100 നന്നായിട്ട് പെട്ടെന്ന് വെന്ത് ശരിക്കും വേവണ കപ്പ വേണം എടുക്കാൻ. ഈ ചില കപ്പയുണ്ട് കളികളിന്നതിനെയൊക്കെ ഇരിക്കണ കൊള്ളിയുണ്ട്, അത് ബിരിയാണിക്ക് നല്ലതല്ല. ശരിക്കും വേവണം, പെട്ടെന്ന് നന്നായിട്ട് വേവണ കൊള്ളി. ഈ കൊള്ളി കുഴപ്പമില്ല, വെന്ത് ശരിക്കും ഉടഞ്ഞു. നമ്മുടെ കപ്പ ബിരിയാണി റെഡിയായി. അതിൻ്റെ മുകളിൽ അല്പം സബോള കൊത്തിയരിഞ്ഞതും കറിവേപ്പിലയും ഒക്കെയും കൂടി ഇട്ട് ഇതാക്കി. സബോള ഇഷ്ടമുള്ളവർക്ക്, പച്ചയിൽ കടിക്കണത് ഇഷ്ടമുള്ളവർക്ക് കഴിക്കണ സമയത്ത് കുറച്ച് മുകളിൽ ഇങ്ങനെ വെതറിയിട്ട് കൂട്ടി കഴിക്കാം. ഇത് ബിരിയാണിയും സബോള എല്ലാം കൂടി കൂട്ടി നമുക്ക് കഴിക്കാം. അത് സബോള കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കിട്ടാം. എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല സബോള പച്ചയിൽ കടിക്കാൻ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഞാൻ പറഞ്ഞു, കപ്പ ബിരിയാണി ഇതെല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. അതിപ്പോൾ പന്നിയിറച്ചി ആയാലും അല്ലെങ്കിൽ മട്ടൻ ആട്ടിറച്ചി ആയാലും ബീഫായാലും എന്തുകൊണ്ടും ഇത് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഹോട്ടലുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സ്ഥിരം കിട്ടണതാണ്. അപ്പോൾ വീട്ടിലാരും അങ്ങനെ ഇതിലേക്കൊന്നും ശ്രമിക്കാറില്ല. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക, ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക. ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഇത് സമയം കിട്ടുമ്പോൾ
നല്ല കപ്പയൊക്കെ കിട്ടുമ്പോൾ ഇത് വെച്ച് നോക്കുക. ഇവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെക്കണതാണ്. കപ്പ നല്ല കപ്പ കിട്ടുമ്പോൾ അതേപോലെ പന്നിയിറച്ചി മേടിച്ചുകൊണ്ട് വരുമ്പോൾ പന്നിയിറച്ചിയാണ് കൂടുതൽ ഞങ്ങൾ എടുക്കാറ്. അപ്പം അതിന് നന്നായിട്ട് നെയ്യും ഇതൊക്കെ ഉണ്ടല്ലോ. പന്നിയിറച്ചിയുടെ നെയ്യ് വലിയ ഈ കൊളസ്ട്രോൾ ഉള്ളവർക്കൊന്നും അത്ര വലിയ ദോഷമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ബീഫൊക്കെ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ കൂടാൻ സാധ്യതയുണ്ടെന്ന് ഉള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക. താങ്ക് യു. പൊന്നാ ബാടാ ഇത് ഇത്തിരി കഴിച്ച് നോക്കടാ, ഇത്തിരി കഴിക്കടാ. നമ്മുടെ കപ്പ ബിരിയാണി ഞാൻ അല്പം ടേസ്റ്റ് നോക്കുകയാണ്. നല്ലതാണ്, നല്ലതാണ്, സൂപ്പറാണ്. കപ്പ നമ്മൾ കൊള്ളി എന്ന് പറയും. കൊള്ളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് മനസ്സിലാവില്ല, എന്താന്ന് ചോദിക്കും. അപ്പോൾ കപ്പ എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാർക്കും മനസ്സിലാവും. നല്ല ടേസ്റ്റ് ഉണ്ട്. കയ്പൊന്നും ഇല്ലാത്ത നല്ല കപ്പയായിട്ട്. ഇപ്പോൾ കയ്പുള്ള കപ്പയായാലും നമുക്കത് തലേദിവസം നുറുക്കി വെള്ളത്തിലിട്ട് അതിൻ്റെ നൂറൊക്കെ ഒന്ന് കളഞ്ഞ് ആ കനപ്പ് രസമൊക്കെ ഒന്ന് പോവും. അപ്പോൾ പിറ്റേ ദിവസം നമുക്കിത് വയ്ക്കാം. ഇപ്പോൾ ഇന്ന് കൊണ്ടുവന്ന് കപ്പ ഇന്ന് തന്നെ ഞാൻ തൊണ്ട് കളഞ്ഞ് നുറുക്കി വെള്ളത്തിലിട്ട് വൈകുന്നേരം ആയപ്പോൾ വെച്ചതാണ്. അത്ര വലിയ കയ്പെന്ന് പറയാനില്ല, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ പന്നിയിറച്ചിയുടെ നെയ്യും ഇതൊക്കെയും കൂടി ആ കപ്പയിലേക്ക് അങ്ങോട്ട് ഇതായപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. നമ്മളിപ്പോൾ ഈ ഹോട്ടലുകളിൽ തന്നെ പോയി കഴിക്കണതിൽ നല്ലതാണല്ലോ നമ്മുടെ വീട്ടിൽ ചെയ്ത് കഴിക്കണത്. അപ്പോൾ എല്ലാവരും ഇത് ശ്രമിച്ച് നോക്കുക. എന്നിട്ട് ടേസ്റ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായം പറയുക. കപ്പ ബിരിയാണി സൂപ്പർ പറയും. കപ്പ ബിരിയാണി സൂപ്പർ എന്ന് പറയും. സൂപ്പർ കപ്പ ബിരിയാണി. സൂപ്പർ.